എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. PSC പരീക്ഷയില്ലാതെ കേരള വനം വകുപ്പിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ ചുരുക്കപ്പട്ടിക തയ്യാറാക്കും. ഇവരിൽ നിന്ന് അഭിമുഖത്തിൻ്റെയും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ തസ്തികകളിലേക്ക് സർട്ടിഫിക്കറ്റുകൾ നിയമന സമയത്ത് മാത്രം ഹാജരാക്കിയാൽ മതിയാവും. ഓരോ തസ്തികയിലേക്കുമുള്ള അപേക്ഷാ ഫോം കേരള വനം വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ലഭ്യമാണ്. കേരള വനം വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് www.forest.kerala.gov.in ആണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം ഫോട്ടോ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ മറ്റു രേഖകൾ എന്നിവ സഹിതം പോസ്റ്റലായോ നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിലായോ അപേക്ഷിക്കാവുന്നതാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതുമാണ്. ഇമെയിൽ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ ഇമെയിൽ ID thrissur.zoologicalpark@gmail.com ആണ്. തൃശ്ശൂർ സുവോളജിക്കൽ പാർക്കിലേക്കാണ് നിയമനവും നടത്തുന്നത്. പോസ്റ്റൽ അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഡയറക്ടർ, തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ PO, കുരിശുമലയ്ക്ക് സമീപം, തൃശ്ശൂർ എന്ന മേൽവിലാസത്തിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മേൽവിലാസത്തിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നേരിട്ടോ പോസ്റ്റലായോ ഇമെയിലായോ അപേക്ഷ സമർപ്പിക്കാവുന്നതുമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/3/2025 വൈകുന്നേരം 5 മണിയാണ്. താമസിച്ചു ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. ആനിമൽ കീപ്പർ ട്രെയിനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന ശാരീരിക യോഗ്യതകൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. ആനിമൽ കീപ്പർ ട്രെയിനർ തസ്തികയിൽ നിലവിൽ 6 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 2025 ജനുവരി 1 28 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. SC, ST, OBC കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആനിമൽ കീപ്പർ ട്രെയിനർ ആയി കരാർ അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. ആദ്യ വർഷം പ്രതിമാസം 12,000 രൂപയും 2ാം വർഷം പ്രതിമാസം 15,000 രൂപയുമാണ് വേതനമായി ലഭിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത SLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ ആർമി, നേവി അല്ലെങ്കിൽ എയർഫോഴ്സ് സേനകളിൽ കുറഞ്ഞത് 10 വർഷത്തിൽ കുറയാതെ മിലിറ്ററി സേവനമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക. സൈനിക സേവനം കഴിഞ്ഞ അപേക്ഷകന് 2025 ജനുവരി 1 55 വയസ്സ് കഴിയാത്തവരായിരിക്കണം. സെക്യൂരിറ്റി ജീവനക്കാർ തസ്തികയിൽ നിലവിൽ 5 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുക. പ്രതിമാസം 21,175 രൂപയാണ് വേതനമായി ലഭിക്കുന്നത്. സാനിറ്റേഷൻ ജീവനക്കാർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഡിഗ്രി ഉണ്ടാകാൻ പാടില്ല. കൂടാതെ ബന്ധപ്പെട്ട മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതുമാണ്. അപേക്ഷകർ 2025 ജനുവരി 1 45 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം. ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതല്ല. ഒഴിവുകളുടെ എണ്ണം 5 ആണ്. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 18,390 രൂപയാണ് വേതനമായി ലഭിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/3/2025 വൈകുന്നേരം 5 മണിയാണ്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.